ഹലോ കൂട്ടുകാരെ, കണ്ട പൊന്നാങ്കണ്ണി ചീര, മുറ്റം നിറയെ പൊന്നാങ്കണ്ണി ചീര നട്ടുപിടിപ്പിക്കാം. ഒരു സ്വല്പം ഇടയുള്ളിടത്തും ഇത് നട്ടുപിടിപ്പിക്കാം. നല്ലപോലെ വളർന്നു. ഇതുകൊണ്ട് ഞാൻ 1 മാസം മുമ്പ് നട്ടതാണ്. ഇപ്പോൾ 5-6 പ്രാവശ്യം കട്ട് ചെയ്ത് കറി വെച്ചു. ആഴ്ച തോറും കട്ട് ചെയ്ത് കറി വെക്കാം. കണ്ടോ, ഏത് കാലാവസ്ഥയിൽ ഇത് പെട്ടെന്ന് വളരും. വളമൊന്നും വേണ്ട പ്രത്യേകിച്ച്. ചില രാജ്യങ്ങളിലെ ഇത് സാലഡിൽ ഇട്ട് കഴിക്കുന്നു. വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നതാണ്. ഇവ കറി വെച്ച് കഴിക്കാൻ നമുക്ക് കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണിത്. പൊന്നാങ്കണ്ണി ചീര അല്ലെങ്കിൽ ചെറുചീര എന്നൊക്കെ പറയും, ഉണ്ണിച്ചീര എന്നൊക്കെ. നല്ല കാഴ്ചശക്തി ഉണ്ടാകുന്നത്. ഇത് മൂത്രം ധാരാളമായി പോകാൻ ഇത് നല്ലതാണ്. ഇത് കറി വെച്ച് കഴിച്ചാൽ പൈൽസ് രോഗത്തിനൊക്കെ ഇത് നല്ലതാണ്. ഇത് കറി വെച്ച് കഴിച്ചാൽ നല്ലതാണ് പൈൽസ് രോഗത്തിന്. ഇത് കറി വെച്ച് കഴിച്ചാലേ പിസ്റ്റൂലയൊക്കെ മാറും. പിസ്റ്റൂല എന്ന് പറഞ്ഞ രോഗം, കരൾ വീക്കമുള്ളവർക്ക് ഇത് കഴിക്കാൻ നല്ലതാണ്. വെള്ളത്തിൽ 15 മിനിറ്റ് ഇട്ട് നല്ല പോലെ കഴുകിയെടുക്കണം. അതിനാന്ന് ചോദിച്ചാൽ മണ്ണിനോട് ചേർന്ന് വളരുന്നില്ല. അതുകൊണ്ട് നല്ല രുചിയും ടേസ്റ്റുമുള്ള ഈ ചീര നമുക്ക് കറി വെക്കാം. പൊന്നാങ്കണ്ണി ചീര ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പൊന്നാങ്കണ്ണി ചീര കറി വെച്ചതിൻ്റെ നോക്കിയാൽ കാണാം കേട്ടോ, അതെങ്ങനെയാണ് കറി വെക്കുന്നത്. കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മുറ്റം നിറയെ നട്ട് പിടിപ്പിച്ചു. ഒരു കമ്പ് നട്ട് വെച്ചാൽ മതി. ഒരു ചെറിയൊരു തലപ്പ് നട്ടാൽ നല്ലപോലെ ഉണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഇങ്ങനെ വേരുണ്ട്. അത് ആ വേരുള്ള ഭാഗം നട്ട് പിടിപ്പിച്ചാൽ മതി, പെട്ടെന്ന് വളരും കണ്ടോ. ഞാനിത് കട്ട് ചെയ്ത് കറി വെച്ചിട്ട് ഇപ്പം കുറ്റിയേ ഉള്ളൂ കണ്ടോ. എല്ലാം കട്ട് ചെയ്ത് ആഴ്ചതോറും ഞങ്ങളിത് കറി വെക്കും. കണ്ടോ, വേര് കണ്ടോ, എല്ലാം ഒടിച്ചൊടിച്ച് നമുക്ക് കറി വെക്കാം. വേരുള്ള ഭാഗം നട്ടും വെക്കാം. കണ്ടോ എത്രമാത്രം വേരാന്ന് നോക്കി. ആർക്കും എവിടെയും നടാം. തണലത്ത് നടാം, വെയിലത്ത് നടാം. ഒരിച്ചിരി മണ്ണ് മതി, നല്ലപോലെ പടർന്ന് വരും. മണ്ണിലൊക്കെ നല്ലപോലെ പടർന്നു വരും കേട്ടോ. ഇത്ര എടുത്താന്ന് നോക്കി. ഞങ്ങളൊരു ചുവട് കൊണ്ടുവന്ന് നട്ടതാണ്. ഞാൻ അതിൻ്റെ മണ്ട ഒടിച്ചെടുത്ത് എല്ലായിടത്തും നട്ടിട്ടുണ്ട്. മുറ്റത്ത് എവിടെയെങ്കിലും ഇച്ചിരി ഇടയുണ്ട് അവിടെ നട്ടു വെക്കും. അപ്പോൾ നല്ല ബുഷിയായിട്ട് വളർന്നു വരും. നല്ല കാഴ്ചശക്തി കിട്ടും. ഇത് തുടരെ കറി വെച്ച് കഴിച്ചാൽ മതി. കേട്ടോ, ഒരു ചെറിയൊരു വെള്ളപ്പൂവ് പോലെയുണ്ട് കേട്ടോ. ഈ മണ്ണിലൊക്കെ നട്ട് പിടിപ്പിച്ചു കേട്ടോ. ഈ കുറ്റിയരിയിൽ മതിലിൻ്റെ അരിയിലൊക്കെ ഇച്ചിരി സ്ഥലമുള്ളിടത്തൊക്കെ നട്ട് പിടിപ്പിക്കാൻ ലൈനായിട്ട് നട്ട് പിടിക്കുക കണ്ടോ. നട്ട് വെച്ചേക്കുന്നുണ്ട്. മുറ്റത്തരിയിൽ കണ്ടോ, കട്ട വെച്ചതിൻ്റെ അരിയിൽ ഇച്ചിരി മണ്ണുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ നട്ട് വെച്ചു കണ്ടോ. അതൊക്കെ നല്ലപോലെ ബുഷിയായിട്ട് വളർന്നു വരും. വെറും തലപ്പ് നട്ട് വെച്ചാൽ മതി, വളമൊന്നും വേണ്ട. ചകുക്കുരി ഇട്ട് കറി വെക്കാം. തേങ്ങ ഒതുക്കി നല്ലപോലെ തോരൻ വെച്ച് നല്ല കറിയാക്കി വെക്കാം. നല്ല ടേസ്റ്റ് അതിൻ്റെ തണ്ടുള്ള ഭാഗമൊക്കെ കറി വെക്കാം, തലപ്പ് മാത്രമല്ല. അപ്പോൾ അത് എണ്ണയെ വഴറ്റി കഴിയുമ്പോൾ അതെല്ലാം വാടി നല്ല മയം വരും. നല്ല രുചി അതിന്. പണ്ട് കാലത്ത് ഞങ്ങൾ കൂൺ കിട്ടുമ്പോൾ, പറമ്പിൽ നിന്ന് കിട്ടുന്ന കൂൺ കിട്ടുമ്പോൾ അത് ഇതിൻ്റെ കൂടെ ഇട്ട് കറി വെക്കുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എന്തുമാത്രം